ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷാസുൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കലത്തപ്പം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മധുരമുള്ള കലത്തപ്പ എന്നുള്ളത്. ഇതിന് മുന്നേ ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കലത്തപ്പത്തിൻ്റെ, അതായത് കാസർഗോഡിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് കലത്തപ്പം എന്ന് പറയുന്നത്. ഇത് കറി കൂട്ടിയിട്ട് ചിക്കനോ മട്ടനോ അല്ലെങ്കിൽ ചെറുപയർ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ട്, ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കുറേ ആൾക്കാരാണെങ്കിൽ കുറേ ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ ദോശയും അല്ലാത്ത ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ കലത്തപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇത്, ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. അപ്പോൾ ഈ കലത്തപ്പത്തിൻ്റെ ഓൾറെഡി ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പച്ചരി കുതിർത്ത് വെച്ചിട്ട് അത് അരച്ചിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനേക്കാളും എളുപ്പത്തിൽ പത്തിരിപ്പൊടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ രാവിലെ വർക്കിംഗ് വുമൻസ് ആണെങ്കിലും, അല്ലാതെ രാവിലെ അധികം ടൈമില്ല, കുട്ടികളൊക്കെ പെട്ടെന്ന് സ്കൂളിൽ പോകുന്ന അങ്ങനത്തെ ഒരു ധൃതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതായത് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. നമ്മൾ മാവ് അരച്ചിട്ട് ഒഴിച്ചു വെച്ചിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്ന അങ്ങനത്തെ ആ ഒരു പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പിറകെ തന്നെ അങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ കറികളോ അങ്ങനത്തെ ഐറ്റംസോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് ഇത്. ഇതിപ്പോൾ അരിയില്ലാതെ അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് കലത്തപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. വറുത്തത് അല്ലെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഒട്ടലുള്ള അരിപ്പൊടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒട്ടലുള്ളതാണെങ്കിൽ കലത്തപ്പഴും ഓട്ടടയൊക്കെ ഈ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നന്നാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ 1 കപ്പ് ഇതെല്ലാം എടുത്തത്, അരിപ്പൊടിയെല്ലാം എടുത്തത്, അതിൻ്റെ നേരെ പകുതി ചോറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ പകുതി 1/4 കപ്പ് തേങ്ങ ഓപ്ഷനിലാണ്, ഇടണം നിർബന്ധമൊന്നുമില്ല. തേങ്ങ ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് കട്ടി ഉണ്ടാവും കേട്ടോ. കട്ടി കുറവുണ്ട് മതി എന്നുണ്ടെങ്കിൽ ഇതേ 1 കപ്പ് തന്നെ ഉണ്ടാക്കിയത് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1.5 കപ്പ് അരിപ്പൊടി എടുത്താൽ ആ ഒരു കറക്റ്റ് ആവും. കുറച്ചൊരു കട്ടി കുറഞ്ഞിട്ടുള്ള 1.5 കപ്പ് അരിപ്പൊടി എടുക്കുക. അതേപോലെ 1/4 കപ്പ് ചോറും പിന്നെ അതിൻ്റെ കുറച്ച് പകുതി തേങ്ങയും എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിയില്ലാതെ കിട്ടും. അങ്ങനെയും നല്ല ടേസ്റ്റാണ്. ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യം ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ആദ്യം ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടി നമുക്ക് വേണ്ടി വരും. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പൊട്ടില്ല. എന്നിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കട്ടെ. കാരണം ചിലപ്പോൾ അരിപ്പൊടി അടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച ശേഷം അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ അത് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അരിപ്പൊടി കപ്പിൽ എടുത്ത് വെച്ചിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒന്ന് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഞാൻ. ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കട്ടിക്കാണുള്ളത്. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം കട്ടിക്കാണുള്ളത്. ഇത്ര കട്ടി വേണ്ട നമുക്ക്. നമ്മൾ ഓട്ടടക്കൊക്കെ പാരുന്നില്ലേ ആ ഒരു ഇത്, ദോശനേക്കാൾ കുറച്ചും കൂടി ഒരു ലൂസായിട്ട് ഇതാ. ഇതിപ്പോൾ നമ്മൾ അരിയാണ് അരക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അരിയൊക്കെയാണ് അരക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തരിതരിപ്പുള്ളത് നല്ലതാണ്. നമ്മൾ ദോശയൊക്കെ അരി അരക്കുമ്പോൾ ചെറിയൊരു ഇതുപോലെ വേണമെന്ന് പറയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇപ്പം അരിപ്പൊടിയാണല്ലോ, നമുക്ക് അങ്ങനെ കട്ടിയായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതേപോലെ ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ആ വെള്ളവും ഉപ്പും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മിക്സിയിൽ നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ 1/4 ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ. അപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്.
അപ്പോൾ പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ച് കൊടുക്കാം. കുറേ അങ്ങനെ ഓയിലിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ നോൺ സ്റ്റിക്കിലാണല്ലോ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ പൊട്ടിപ്പിടിക്കാനുള്ള ചാൻസൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5-2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്തുള്ള കോക്കനട്ട് ഓയിൽ കഴിഞ്ഞു പോയി. അപ്പോൾ എണ്ണ ജസ്റ്റ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളീൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചെയ്യണം. ഈ സ്റ്റെപ്പും ഓപ്ഷണലാണ് കേട്ടോ, ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതും ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഞാൻ അധികം ഇത് ആഡ് ചെയ്യാറില്ല, കാരണം എനിക്കങ്ങനെ ഈ കൽത്തപ്പത്തിൽ ഇതിൻ്റെ ഉള്ളിൻ്റെ ടേസ്റ്റ് വരുന്ന അത്ര ഇഷ്ടമില്ല. പക്ഷെ കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റെപ്പും കൂടി ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഉള്ളി ഒന്ന് സോട്ട് ചെയ്ത ശേഷം ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനൊന്ന് ഉള്ളി സോട്ട് ചെയ്തെടുക്കട്ടെ. ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ പോലെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിൻ്റെ ജാറിൽ ഉണ്ടാക്കി വെച്ച മാവുണ്ടല്ലോ, ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇതെടുത്ത ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മാവിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അല്ലെങ്കിൽ പിന്നെ അടിയിൽ തന്നെ ഉള്ളി നിന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതായി പോവുമല്ലോ. അപ്പോൾ ഉള്ളി നല്ലോണം അവിടെ കരിഞ്ഞു പിന്നെ അപ്പം വന്ന് വരുമ്പോൾ, അതുകൊണ്ടാണ് മിക്സ് ആക്കി എടുക്കുന്നത്. മുകളിലേക്ക് ഇട്ട് കൊടുത്താലും ഇതെടുത്തിട്ട് പിന്നെ തിരിച്ചിടുമ്പോൾ ആ ഉള്ളി കരിയും. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ മാവിലേക്ക് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാവിലേക്ക് ഇട്ട ശേഷം ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കാം, ഈവനായിട്ട് ആവുന്ന പോലെ. ഇപ്പോൾ പാന് ഹൈ ഫ്ലെയിമിലായിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഏകദേശം ഓയിലുണ്ട്, കുറച്ചും കൂടി ഓയിൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, അത് മതി. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഒഴിക്കേണ്ടത്. പിന്നെ നമ്മളിത് ഒരു മീഡിയത്തിൻ്റെയോ ലോ ഫ്ലെയിമിൻ്റെയോ ഇടയിലായിട്ട്, ലോ അല്ല മീഡിയം അല്ല, അതിൻ്റെ ഇടയിലായിട്ട് ഒരു സൈഡ് 15 മിനിറ്റ് 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിട്ടിട്ട് അത്ര തന്നെ സമയം നമ്മൾക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു മൂടി വെച്ച് മൂടാം. ഗ്ലാസിൻ്റെ മൂടി യൂസ് ചെയ്യാം, പക്ഷെ അതിനേക്കാളും നല്ലത് വല്ല സ്റ്റീലിൻ്റെ അതേപോലത്തെ നല്ല കട്ടിയുള്ള മൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊക്കെ ഇത് അടുപ്പത്താണ് അധികം ഉണ്ടാക്കാറ്. അപ്പോൾ മുകളിലും താഴെയും കനലിട്ടിട്ടാണ് ചെയ്യാറ്, ചെറിയ തീയിൽ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും നല്ല കട്ടിയായിട്ടുള്ള ലെയർ വരും. അപ്പോൾ ആ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഗ്യാസിൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല നമുക്ക്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല കട്ടിക്കുള്ള ലെയർ ഇട്ട് ആ ലെയർ മാത്രം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, തറവാട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു, ഉമ്മാമ്മൻ്റെ സ്പെഷ്യലായിരുന്നു. അപ്പോൾ ഇനി എന്താ, ഓക്കെ, ഇതിനിപ്പോൾ ഒരു 10-15 മിനിറ്റ് വരെ അപ്പുറത്തെ സൈഡ് ഒന്ന് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 15 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിട്ടിട്ടും കുറച്ച് നേരം കൂടി നമുക്ക് ഒരു 5-10 മിനിറ്റും കൂടി ഇത് അപ്പുറത്തെ സൈഡും വേവിച്ചെടുക്കണം. നല്ലൊരു കട്ടിക്കുള്ളൊരു ലെയർ കണ്ടില്ല, ആ ഒരു ലെയറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യട്ടെ, ഞാൻ ഇപ്പോൾ തേങ്ങ അരക്കുമ്പോഴാണല്ലോ ആഡ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ചിരകിയ തേങ്ങ നമ്മൾ അരിയും ചോറും വെച്ചിട്ട് അരച്ചെടുത്ത ശേഷം നമ്മൾ ഉള്ളി വഴറ്റി ആഡ് ചെയ്യൂലേ, അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ആ തേങ്ങ കടിക്കാൻ കിട്ടുമ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം.
അപ്പോൾ ഇനിയിപ്പോൾ ഇത് അപ്പുറത്തെ സൈഡും കൂടി ജസ്റ്റ് ഒന്ന് വന്ന ശേഷം നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മറിച്ചിടാൻ പാടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. അത് അങ്ങനെ പ്രശ്നം വരില്ല, കാരണം അടിയിൽ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് രണ്ട് സൈഡും. ഞാനിനി ഇതെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ജസ്റ്റ് 8 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഇങ്ങനെ ആദ്യം 4 ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുക, പിന്നെ അതിനെ പിന്നെയും പിസ്സ ഒക്കെ നമ്മൾ കട്ട് ചെയ്യൂല അതേപോലെ തന്നെ സംഭവം ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വിചാരിച്ചു, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഒരു പീസായിട്ട് നമുക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നോട് എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി കാസർഗോഡ് സ്റ്റൈലിലുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. കലത്തപ്പം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.